നമുക്ക് പോകാം. തിരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നെത്തും. നാഗർകോവിലാണ് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. 4:15 നാഗർകോവിൽ ഹെലിപാഡ് മുതൽ വൈപ്പമൂട് വരെയും 4:30 മുതൽ 5:30 വരെ വൈപ്പമൂട് മുതൽ വടച്ചേരി വരെയും റോഡ് ഷോ നടത്തും. രാഹുൽ ഗാന്ധിയും അടുത്ത ദിവസം തമിഴ്നാട്ടിലെത്തും. വിവരങ്ങളുമായി മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് ചേരുന്നത്. മനേഷ് മൂർത്തി, നമസ്കാരം, വണക്കം, ഹാപ്പി വിഷു. അപ്പോൾ തമിഴ്നാട്ടിൽ ഇന്നലെ നമ്മൾ TVKയുടെ ആ ഒരു വലിയ പ്രചാരണ റാലിയൊക്കെ കണ്ടതാണ്. MK സ്റ്റാലിന്റെ പ്രചാരണ റാലികൾ ഉണ്ടായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി നേരിട്ടെത്തുകയാണല്ലോ. പ്രവിത, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എന്തായാലും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. അതുപോലെ തന്നെ TVK അധ്യക്ഷൻ വിജയുടെ റോഡ് ഷോ ഉണ്ട്. മാത്രമല്ല വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി കൂടി എത്തുന്നു എന്നുകൂടിയുള്ള വിവരങ്ങളുണ്ട്. ഷെഡ്യൂൾ എന്തായാലും ഇന്നിപ്പോൾ വന്നിട്ടില്ല. പക്ഷേ അതായത് ചെന്നൈ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനിയിപ്പോൾ തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിലുള്ള പ്രചാരണം നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഒരു 1-2 ദിവസങ്ങൾ കൊണ്ട് ചെന്നൈയിലേക്ക് തിരിച്ചെത്തും. അതായത് തമിഴ്നാട് പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തും. പറഞ്ഞ എടപ്പാടി പളനിസ്വാമി പ്രതിപക്ഷ നേതാവ് എത്തുന്നു. ഉപമുഖ്യമന്ത്രി, അതുപോലെ തന്നെ കനിമൊഴി MP തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ചെന്നൈയിലേക്ക് എത്തുന്നു. കാരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ഇനിയിപ്പോൾ പ്രചാരണത്തിന് നമുക്ക് 6 ദിവസം മാത്രമാണ് പ്രചാരണത്തിന് ബാക്കിയായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നത് നാഗർകോവിലാണ്. ഒരു 2 റോഡ് ഷോകൾ മാത്രമാണ്, വളരെ ചെറിയ ദൂരത്തിൽ 2 റോഡ് ഷോകൾ മാത്രമാണ് പ്രധാനമന്ത്രി നടത്തുക. ഒരു പൊതുയോഗത്തിലൊന്നും തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല. വിജയിലേക്ക് വന്നാൽ, വിജയ് ഇപ്പോൾ ടി നഗർ, അതുപോലെ തന്നെ ടി നഗറിലും 3 ഇടങ്ങളിൽ വിജയ് പര്യടനം നടത്തുന്നുണ്ട്. ഒന്ന് ടി നഗർ ആണ്, ഒന്ന് 1000 ലൈറ്റ്സ് ആണ്, അതുപോലെ തന്നെ ഒന്ന് എഗ്മോർ ആണ്. അങ്ങനെ 3 മണ്ഡലങ്ങളിലെ പര്യടനമാണ്. ഇത് ചെന്നൈ നഗരത്തിൽ പൂർണ്ണമായും തന്നെ വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളാണ് ടി നഗർ. ടി നഗർ നമുക്കറിയാം TVKയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള N ആനന്ദ് മത്സരിക്കുന്ന മണ്ഡലമാണ്. എന്തായാലും അങ്ങനെ 3 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വിജയുടെ പര്യടനം. വൈകിട്ട് 4 മണിക്കാണ് പര്യടനം ആരംഭിക്കുക. 8 മണി വരെയാണ് സമയം നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഓരോ നേതാക്കളും, പറഞ്ഞ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തായാലും ചെന്നൈ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ദിവസങ്ങൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ വോട്ടുകളും വളരെ വേഗത്തിൽ കയ്യിലാക്കുക എന്നത് തന്നെയാണ് എന്തായാലും എല്ലാ മുന്നണികളും ശ്രമിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇനിയിപ്പോൾ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ തമിഴ്നാട്ടിലേക്ക് എത്തുന്നത്. ക്രിസ്റ്റീന, പ്രവിത. തമിഴ്നാട്ടിൽ പോരാട്ടം അങ്ങനെ കടുക്കുകയാണ്. മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.